ഹായ് ഹലോ, പുതിയൊരു വെറൈറ്റി ചെടിയാണിത്. ഇത് എല്ലായിടത്തും സർവ്വസാധാരണമായിട്ട് കാണുന്നതല്ല. നല്ല രസമുള്ളൊരു പൂവാണ് കേട്ടോ. നല്ല പട്ടുറോസാപ്പൂവിൻ്റെ കളറിൽ നല്ല ഡാർക്ക്, എന്ത് നല്ല ഭംഗിയുള്ള പൂക്കളാണെന്നറിയാമോ. നിറച്ച് പിടിക്കുന്നുണ്ട്. അതിൻ്റെ സീസണാണ് ഇപ്പോഴത്തേക്ക്. കണ്ടില്ലേ, നല്ല രസമുള്ള പൂവ്. ഇത് ഇത് അല്പം ഇതാദ്യം ഈ ടൈപ്പായിട്ടാണ് വരുന്നത്. അത് വിരിഞ്ഞതിന് ശേഷം ഇതിങ്ങനെയായി വരും. അത് കഴിഞ്ഞതിന് ശേഷം ഇത് ഈ രൂപത്തിൽ വിരിയും. പക്ഷേ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ചെറിയ വൈറ്റ് കളറ് പൂവും കൂടെ ഇതിൻ്റെ അകത്തുണ്ട്. വിരിഞ്ഞ് തീർന്നതിന് ശേഷം അതിലൊരു വൈറ്റ് കളറ് പൂവ്. ഇത് ശരിക്കും മൊട്ടും പൂവും ആയിട്ട് തന്നെയാണ്. അതിൻ്റെ ലീഫുകളാണിത്. ആ പൂവായിട്ട് തോന്നുന്നത് വെള്ള കളറിൽ ഇതായിട്ടാണ്. അതാണ് എൻ്റെ പൂവ്. ഇതാണ് അതിൻ്റെ പൂവ്. പക്ഷേ ഇതിൻ്റെ ലീഫാണ്. സാധാരണ എല്ലാം പച്ചയാണെങ്കിൽ ഇതിൻ്റെ ഒരു പ്രത്യേക മജന്ത കളറ് റെഡും കൂടെ ഒരു മിക്സ് കളറാണ്. പക്ഷേ ഇത് കൂടുതൽ കാണുന്നത് ഹൈ റേഞ്ച് ഏരിയകളിലാണ്. ഹൈ റേഞ്ച് ഏരിയകളിൽ നല്ലതായിട്ട് പിടിക്കും. പക്ഷെ നമ്മുടെ ഈ കാലാവസ്ഥ, നമ്മുടെ ഈ നാടുകളിലൊന്നും ഞാൻ ഈ ഏരിയയിൽ യാത്രയിലായാലും ബാക്കിയുള്ളതായാലും ഇത് കണ്ടിട്ടേയില്ല. നല്ല ഭംഗിയുള്ള നല്ല വെറൈറ്റി ഒരു പൂവാണ്. പക്ഷെ അതിൻ്റെ ഇല കാണാൻ വലിയ ഇലയാണ്. ഇതിൻ്റെ ഇലകൾ നല്ല വലിയ ഇലയാണ്. കണ്ടില്ലേ, നിറച്ച് പൂത്ത് കിടക്കുകയാണ്. എന്തൊരു ഭംഗിയുള്ള പൂവാണെന്നറിയോ. കണ്ടില്ലേ, അതിൻ്റെ വൈറ്റ് കളറ്, അതിൻ്റെ മധ്യത്ത് കാണുന്ന പൂവും നല്ല ഭംഗിയുള്ള ഒരു വെൽവെറ്റും അല്ല. എന്നാൽ അതിൻ്റെ ദളങ്ങൾ കാണുമ്പോൾ നമ്മൾ കടലാസ് ചെടിയിലേക്ക് പൂവിൻ്റെ ഒരു കട്ടിയും അതേപോലത്തെ ദളങ്ങളാണ് ഇതിനുള്ളത്. അതിൻ്റെ അഗ്രഭാഗങ്ങളൊക്കെ ഇതേപോലെയാണ്. കണ്ടില്ലേ, വീണ്ടും അത് ചെറിയ പച്ച കലർന്ന കളറാണ്. പിന്നെ അത് മാറിയാണ് ഈ രൂപത്തിലുള്ള റെഡ് കളർ. പീച്ച് കളറല്ല ഇത് കേട്ടോ. നല്ല രസമുള്ളൊരു അടിപൊളി കളറാണ്. എങ്ങനെയുണ്ട് എൻ്റെ വെറൈറ്റി ചെടി? സൂപ്പറല്ലേ? ഓക്കേ.